ഹലോ പോസിറ്റീവ് സൂട്ട്സ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഉണ്ണിക്കണ്ണൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൈൽ നമ്പർ 1, ഈ ഒരു പൂവാണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 1. ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 2. അതല്ല, ഈ ഒരു പൂവാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 3. സോ ഇതിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, അതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഓക്കെ, സോ നമ്മൾ ആദ്യത്തെ 2 മാറ്റി വയ്ക്കുന്നു. പൈൽ നമ്പർ 1. സോ പൈൽ നമ്പർ 1, ഈ ഒരു പൂവാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 1. നിങ്ങൾക്കായിട്ട് ഉണ്ണിക്കണ്ണന്റെ സന്ദേശം, പൈൽ നമ്പർ 1 നിങ്ങൾക്ക് ഉണ്ണിക്കണ്ണന്റെ സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ivy, moonwort, okay, birch, buttercup, verbena and altar. മെയിൻ തീം വന്നിട്ട് മാൻഡ്രേക്ക് ആണ്. സോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. സോ ആദ്യം തന്നെ നമ്പർ 1, നിങ്ങൾക്കുള്ള ഉണ്ണിക്കണ്ണന്റെ സന്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പതുക്കെ കുറച്ചും കൂടി സ്ലോ ആയിട്ടുള്ള പതുക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ട് ജീവിതത്തിൽ മുന്നോട്ടേക്ക് നീങ്ങുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് കാലക്രമേണ പതിയെ, നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നില്ല. കാലക്രമേണ പതിയെ അത് ഇല്ലാതാകുന്നുണ്ട്. നിങ്ങൾ അത്, അതായത് നിങ്ങളുടെ മുമ്പിൽ ഒരു തടസ്സമോ മറ്റോ ഉണ്ടെങ്കിൽ അതിനെ ഭയന്നിട്ട് മാറി നിൽക്കാതെ അതായത് തടസ്സത്തിലല്ല നിങ്ങളുടെ ശ്രദ്ധ വേണ്ടത്, മറിച്ച് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുക, ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുക, മുന്നോട്ടേക്ക് പോവുക. ആ ഒരു ഫ്ലെക്സിബിലിറ്റിയിലൂടെയാണ് നിങ്ങൾക്ക് നേട്ടം വരുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ ഡീറ്റെയിൽസും ശ്രദ്ധിച്ചു നോക്കി മുന്നോട്ടേക്ക് പോവുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജോലിയിലാണെങ്കിലും കുടുംബത്തിലെ അന്തരീക്ഷത്തിലാണെങ്കിലും എല്ലാം സ്ലോ ആയിട്ട് പോവുക. അതായത് നമ്മൾ പേഷ്യൻ്റ് ആയിട്ട് ക്ഷമയോടുകൂടി പോവുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ടേക്ക് യുവർ ടൈം, സമയമെടുത്ത് കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കി ശ്രദ്ധയോട് കൂടിയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഫൈനലി നിങ്ങളുടെ ആ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുകയും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നത്. ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും ഇതിൽ തടസ്സമാണല്ലോ എന്നുള്ളൊരു ഫ്രസ്ട്രേഷനോട് കൂടിയിട്ട് പോവാതെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്, വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ്. അതുപോലെ തന്നെ മൂൺ വോട്ട് എനർജിയാണ്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സാഹചര്യം ഈ വരുന്ന ഇത് കേൾക്കുന്നതിൽ നിന്ന് ഒരു അടുത്ത മാസത്തിലേക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ ചുറ്റും നിങ്ങളായിരിക്കും ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ. പലരുടെയും ചിലപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലായിരിക്കും. നിങ്ങളായിരിക്കും എല്ലാത്തിൻ്റെയും നെടുന്തൂണ് എന്ന് നമ്മൾ പറയുന്ന പോലെ നിങ്ങളായിരിക്കും ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ. അതേപോലെ പ്രണയം സാധ്യതകളുണ്ട്. ഇപ്പോൾ വിയറിങ് ഹേർട്ട് ഓൺ യുവർ സ്ലീവ്സ് നമ്മൾ പറയും. അത് നിങ്ങൾ പ്രണയത്തിനായിട്ട് നിങ്ങളോട് നിങ്ങളുടെ സംസാര രീതിയും നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങൾക്കിപ്പോൾ ഒരു ക്രഷ് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് പ്രണയം തോന്നാനുള്ള സാധ്യതകൾ ഏറി നിൽക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളും വളരെയധികം സൗമ്യമായിട്ടും പ്രണയാർദ്ദമായിട്ടും ഒക്കെ സംസാരിക്കുന്ന ഒരു സാഹചര്യം കുടുംബാന്തരീക്ഷത്തിൽ നല്ലൊരു സന്തോഷം നിലനിർത്തുന്നുണ്ട്. അപ്പോൾ ഫാമിലി ലൈഫിലും വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ വളരെയധികം സന്തോഷമായിട്ടുള്ള ഒരു സമയമായിരിക്കും. വീനസ് എനർജി സ്ട്രോങ് ആണ്, അതായത് ശുക്രന്റെ പോസിറ്റിവിറ്റി. വീനസ് എനർജി നമ്മൾ വെസ്റ്റേൺ ആസ്ട്രോളജി ബേസിസിൽ പറയുമ്പോൾ പ്രണയത്തിന്റെ എനർജി വളരെയധികം പോസിറ്റീവാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ പ്രണയം, ഇപ്പോൾ സിംഗിൾ ആയിട്ടുള്ളവർക്ക് പ്രണയ സാധ്യതകൾ ഏറി നിൽക്കുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിൽ പറയാം.
അടുത്ത സ്റ്റെപ്പ് ലൈഫിലേക്ക് വെക്കുന്ന ഒരു സിറ്റുവേഷനാണ്. മാനസികമായിട്ടുള്ള ഒരു സംതൃപ്തിയും പ്രണയം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയോടെന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ വിവാഹിതരായിട്ടുള്ളവരല്ല, അല്ലെങ്കിൽ പ്രണയമില്ല, മറ്റു കാര്യങ്ങളോടും നിങ്ങൾക്ക് പ്രകൃതിയോടും പ്രപഞ്ചത്തിനോടും പ്രണയമുള്ളവർ, പൂക്കള്, ചെടികൾ, ഭംഗിയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന, അങ്ങനെ എല്ലാത്തിനോടും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും തുടങ്ങുന്നു എന്നുള്ളൊരു സാഹചര്യം. നിങ്ങൾ ഇതുവരെ വിട്ടുകളഞ്ഞ് അവഗണിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പുനർപരിശോധിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ പണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്ന ഹോബീസ് ഉണ്ടാവുമായിരിക്കും, അതൊക്കെ നിങ്ങൾ വീണ്ടും പൊടി തട്ടിയെടുക്കുന്നുണ്ടാവാം. അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ ചെയ്തിരുന്ന പല കാര്യം, നമ്മൾ പലരും കുട്ടിയായിരുന്നപ്പോൾ ചെയ്തിരുന്ന പല കാര്യങ്ങളും പലരും പറയാറുള്ള ഒരു കാര്യമാണ്. വലിയ ആളായി, അതായത് വലുതായി കഴിഞ്ഞ് ചിലപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ കുട്ടികൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുട്ടികളെ വഴക്ക് പറയുന്നുണ്ടാവാം, ഇങ്ങനെ ഇതൊക്കെ ചെയ്യരുത് എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ബാല്യത്തിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന അതേ കാര്യം തന്നെ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നില്ല. മാത്രമല്ല നിങ്ങളുടെ കുട്ടികൾ അത് ചെയ്യുമ്പോൾ അവരെ വഴക്ക് പറയുകയും ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ പുനർചിന്തനം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ സ്വയം ചിന്തിക്കുകയാണ്, നിങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കാം അത്. ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി നമ്മളെ കണ്ടീഷൻ ചെയ്ത സിറ്റുവേഷനിൽ വെച്ചിട്ട് ഒരു പരിധി കഴിഞ്ഞ് ഇതൊന്നും ചെയ്തുകൂടാ എന്നുള്ളതിൽ നിന്ന് മാറി നിങ്ങൾ ആ ഒരു ഇന്നർ ചൈൽഡ്, നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ തൃപ്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങളെ മാത്രമല്ല മാറ്റുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ, അതായത് നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരും ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യാണ്. കാരണം നിങ്ങളൊരു കുട്ടിയായി മാറുകയും അത് ആ കുട്ടിയെ കൂടി നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എന്താണ് പറയുക, സന്തോഷം നിങ്ങൾ വീണ്ടെടുക്കുകയാണ് എന്നുള്ളത് കൂടിയിട്ടാണ്. ഉൾഭയം കൊണ്ടിട്ട് ചെയ്യാതിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു സാഹചര്യത്തിൽ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ബേർച്ച് എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് എന്താണ് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ നിങ്ങൾ ഒരു ഭയമാണ് നിങ്ങളുടെ ഉള്ളിൽ. എന്ത് കാര്യത്തെ കുറിച്ചിട്ട് ആലോചിക്കും, മുന്നോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ ഇനി ഭാവി എന്താകും, ലൈഫ് ഒരു ഹെസിറ്റേഷനാണ്, ഭയം, ആങ്സൈറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളിലുള്ളത്, അൺസർട്ടനിറ്റി. ചിലപ്പോൾ സാമ്പത്തികമായിരിക്കും, ശാരീരികം, മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. അതിനെ അതിജീവിക്കാനുള്ള ഒരു ഉൾഭയം കൊണ്ട് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് നിങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ്. അതായത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോലി മാറണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നിങ്ങൾ ജോലി മാറുന്നില്ല. ജോലി ക്വിറ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ ഇതുവരെ അത് ക്വിറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും അതേ ജോലിയിൽ തന്നെ തുടർന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ശാരീരിക അവസ്ഥ, അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം, ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ, പക്ഷെ നിങ്ങൾ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ ഭയമോ ആങ്സൈറ്റിയോ സ്ട്രെസ്സോ അല്ലെങ്കിൽ സമയമില്ല ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മാറ്റി വെക്കുന്നുണ്ടാവാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഭയം കൊണ്ട് മാറി നിൽക്കുന്ന, നിങ്ങളുടെ വളർച്ചയെ തടയുന്ന, നിങ്ങളുടെ ഉൾഭയം മാറ്റി നിർത്തുക എന്നുള്ള ബേർച്ച് എനർജി. ബേർച്ച് എന്ന് പറയുന്നത് നമ്മൾ ഐസ് ഏജ്, നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഐസ് ഏജ് ഉണ്ടായ സമയത്ത് എല്ലാം നശിച്ചു, എല്ലാം ഇല്ലാതായ സമയത്ത് മഞ്ഞ് മൂടിക്കിടക്കുന്നിടത്ത് നിന്ന് ആദ്യം കിളിർത്ത് വന്ന മരങ്ങളിൽ ഒന്നാണ് ബേർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ, അതായത് പൈനിയേഴ്സ് ആണ് ആ ഒരു മുമ്പോട്ടേക്ക് ആദ്യം വന്നിട്ടില്ല. അതേപോലെ നിങ്ങൾക്കും ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു സമയമാണ് എന്നുള്ളതാണ്. മടിച്ച് നിങ്ങൾ എന്നെക്കൊണ്ട് ഇനി കഴിയില്ല എന്ന് വിചാരിച്ചാൽ പിന്നീട് ലോകത്തൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഈ പല വൃക്ഷങ്ങളായാലും പലതും പറ്റില്ല എന്ന് ചെറുത്ത് നിൽക്കാതിരുന്നിരുന്നെങ്കിൽ പലതും ഉണ്ടാവില്ലായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് തരുന്ന മെസ്സേജാണ്, ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ മെസ്സേജാണ് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ബട്ടർകപ്പ് എനർജിയാണ്. ചില ആളുകളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്ന ഒരു ഗ്രാജുവേഷൻ ആണ്, അതായത് ഒരു സെലിബ്രേഷൻ, ഒരു നിങ്ങളെ ലൈഫിലൊരു ചലഞ്ച് നിങ്ങൾ വിജയിച്ചതായിട്ടും ഇവിടെ കാണാം. ചില ആളുകൾ അതിപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കാം, ചിലപ്പോൾ നാട്ടിലായിരിക്കില്ല, പല സ്ഥലങ്ങളിലുള്ളവരുണ്ടാവില്ല. ഓരോ സമയത്തായിരിക്കും ചില എക്സാംസും സ്കോളർഷിപ്പും അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. പെർഫെക്ഷൻ ആണ് ഇവിടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് നിന്ന് പല നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല, പല അച്ചീവ്മെന്റ്സ്, പല അവാർഡ്സ്, അങ്ങനെയുള്ള ഒരു സാഹചര്യം ആവാം ഇത് സൂചിപ്പിക്കുന്നു. ഒരു ആപ്ലിക്കേഷൻ, അതായത് നിങ്ങൾ ചിലപ്പോൾ കോഴ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും, അതായത് ടെക്നിക്കൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള, അത് അപ്ലൈഡ് സയൻസസ് പോലുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അങ്ങനെയുള്ള കോഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന. നിങ്ങളുടെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെടുത്തുകയാണെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യമായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു വിദ്യാർത്ഥി ആയിരിക്കണം എന്നില്ല, ഇപ്പോൾ നിങ്ങൾ ഒത്തിരി കാലം മുമ്പ് പഠിച്ചതായിരിക്കും, 10-25 വർഷം മുമ്പ്. ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരം കിട്ടുകയാണ്, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം
ഇത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. കാരണം നിങ്ങളൊരു 10-25 വർഷം മുമ്പ് പഠിച്ചിറങ്ങിയ ആളായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, ആ ജോലിയിൽ നിങ്ങൾ ഒത്തിരി നാളായി മുന്നോട്ടേക്ക് പോകുന്നു, സാമ്പത്തികം നല്ലതായിരിക്കാം, പക്ഷെ നിങ്ങൾക്കൊരു തൃപ്തിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം വരികയാണ് ഇത് പഠിക്കാനായിട്ട്. അത് പഠിച്ച് മറ്റൊരു ഫീൽഡിലേക്ക് പോകാൻ, അത് നിങ്ങൾ പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും. പക്ഷെ അത് വളരെ നല്ലൊരു ഒരു നിങ്ങളുടെ പൊസിഷൻ, നിങ്ങളുടെ കപ്പാസിറ്റി എത്രത്തോളം, നിങ്ങളുടെ പവർ നിങ്ങൾ വീണ്ടെടുക്കുന്നതായിട്ടാണ്. അപ്പൊ അതിലൂടെ നിങ്ങൾ മുന്നേറുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. വെർബീന എനർജിയാണ്. ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു പ്രൊട്ടക്ഷൻ പല വഴികളിലൂടെ ആവാൻ വരുന്നത്. ഡിവൈൻ പ്രൊട്ടക്ഷൻ നമ്മൾ പറയുമ്പോൾ നമ്മൾ ആ ഒരു കാണാത്ത അല്ലെങ്കിൽ അദൃശ്യ ശക്തി അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച ശക്തി നിങ്ങളെ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ പലരും ഒരു പരിധി വരെ ആളുകൾ ഒരു അത്ഭുതം, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും സംഭവിക്കുക എന്നുള്ള രീതി ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെയല്ല, മറിച്ച് അങ്ങനെയല്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. കാരണം ചില ആളുകൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആയിരിക്കും. മറ്റു ചിലരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബോസ്, നിങ്ങളുടെ ഫ്രണ്ട്, നിങ്ങളുടെ റിലേറ്റീവ്, ആരെങ്കിലും ഒരു വ്യക്തി വഴിയായിരിക്കും. നമ്മൾ പറയില്ലേ, നിങ്ങളൊരു ദൈവദൂതനെ പോലെയാണ് വന്നത് എന്നുള്ളത്. അപ്പോൾ പല വഴികളിലൂടെ ആയിരിക്കും ദൈവമായിട്ട് പലരും പ്രത്യക്ഷപ്പെടുന്ന രീതിയിൽ ആ വഴികളിലൂടെ നിങ്ങൾക്ക് ഡിവൈൻ പ്രൊട്ടക്ഷനും കാണിക്കുന്നുണ്ട്. ഇവിടെ ചില ആളുകൾ പറയുകയാണെങ്കിൽ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജപ്തി പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി എന്തോ ഒരു കടം, അത് ഒരു പരിധി വരെ അതൊന്ന് മാറ്റി നിർത്താനോ നിങ്ങളെ സഹായിക്കാനോ ഒരു വ്യക്തി മുമ്പോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു ദൈവികമായിട്ടുള്ളൊരു വലയം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അത് എല്ലാവരിലുമല്ല, അത്രയ്ക്ക് അർജന്റായിട്ട് നിങ്ങളിപ്പോൾ ജപ്തിയായി പോകും എന്നുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അതുപോലത്തെ ലെവലിൽ വേറെ ഒരു വഴിയില്ലാത്ത സിറ്റുവേഷനിൽ മാത്രമാണ്. കാരണം എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും, കടമായിട്ടും മറ്റും. ആ ഒരു സിറ്റുവേഷനല്ല, അത്രയും അറ്റത്തെത്തി എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് അത് കാണിക്കുന്നത്. അതേപോലെ ആൾട്ടർ എനർജിയാണ്. നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിങ്ങളിലേക്ക് പലരും ആകർഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവര് നിങ്ങളെ കുറിച്ചിട്ട് അറിഞ്ഞ് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് ആകർഷിക്കപ്പെടുകയും സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ആ സുഹൃത്തുക്കൾ വഴി വീണ്ടും പുതിയ പുതിയ സുഹൃത്തുക്കൾ ഉണ്ടാവും. ഒരാൾ പറഞ്ഞറിഞ്ഞ് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എത്തുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്ത നന്മകളായിരിക്കും എത്തുന്നത്. അങ്ങനെ മറ്റുള്ളവരാൽ അറിയപ്പെടുന്നതാവാം. അതല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജോലിയിൽ ഉള്ള കഴിവ് മറ്റുള്ളവരിലേക്ക് എത്തുന്നതാവാം. അല്ലെങ്കിൽ ഇങ്ങനെ പല പല കാര്യങ്ങൾ, നിങ്ങളുടെ യു ആർ ഓൺ ഡിമാൻഡ് എന്ന് പറയാം. ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത്, ഒരാൾ അത് പറഞ്ഞ് പലരിലേക്കും എത്തി നിങ്ങൾ ബിസിനസ്സിൽ മുന്നേറുന്നത്. അതായത് വാക്കാൽ പറഞ്ഞ് നിങ്ങൾ മുന്നേറുന്ന ഒരു സാഹചര്യവും ആവാം സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് മാൻഡ്രേക്ക് എനർജിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സംതിങ് ഡസൻ ഫീൽ ഗുഡ്, ഒരു കാര്യം ശരിയായിട്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ മുതലെടുക്കുന്നു, ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് വെച്ചിട്ട് നിങ്ങളെ കളിയാക്കുന്നു എന്നുള്ളതൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാം ഇറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും നിങ്ങളെ എപ്പോഴും അനാവശ്യമായിട്ട് ഇൻസൾട്ടിങ് ആയിട്ടുള്ള രീതിയിൽ കളിയാക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് അവർ സോറി അറിഞ്ഞുകൊണ്ടല്ല എന്ന് പറയുന്നുണ്ടാവും. ഈ പറയുന്ന വ്യക്തി പലപ്പോഴായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഒരു കാര്യം 1 പ്രാവശ്യം 2 പ്രാവശ്യം ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അതിൽ കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ വീണ്ടും ഒന്ന് സോറി പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്നുള്ള വാക്ക് ഒഴിവാക്കുക എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നു. അതിന് പകരം ദയവായിട്ട് ഇനി ഇത് ആവർത്തിക്കാതിരിക്കുക. ഇറ്റ് ഈസ് നോട്ട് ഓക്കെ, ഇറ്റ് ഹേർട്സ് മീ, അത് കൃത്യമായിട്ട് പറയാം. എനിക്ക് വളരെയധികം വിഷമം തരുന്ന കാര്യമാണ്, ഇതിനി അനുവദിക്കുന്നതല്ല, ദയവായിട്ട് ഇത് ഓക്കെ അല്ല, ഇതുവരെ ഓക്കെ ആണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൂടിയും ഞാൻ അത് ക്ഷമിച്ചു എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് പറയാം ആ വ്യക്തിയുടെ അടുത്ത്. ഇറ്റ് ഈസ് നോട്ട് ഓക്കെ എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. നമുക്ക് പൈൽ നമ്പർ 2ലേക്ക് കിടക്കാം. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, so let's see pile number 2. Pile number 2. നിങ്ങൾ പൈൽ നമ്പർ 2 ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ.
ഉണ്ണിക്കണ്ണൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? പൈൽ നമ്പർ 2. ഉണ്ണിക്കണ്ണൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം പൈൽ നമ്പർ 2. ഓക്കെ, Lily of Valley, Feverfew, Asphodel, Wisteria, Strawberry, Thistle. നിങ്ങളുടെ ഹെൻബെയിൻ ആണ് മെയിൻ തീമായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ലിലി ഓഫ് ദ വാലി ആണ് വന്നിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും വിട്ടുവീഴ്ച, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും നിങ്ങൾ വിട്ടുകളഞ്ഞിട്ട് ആണ് മുന്നോട്ടേക്ക് പോകുന്നത് എങ്കിൽ അവിടെ നിങ്ങൾ എന്താണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പറയാണ്ട് പ്യൂരിറ്റി എന്ന് പറയും, നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന നിഷ്കളങ്കത നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. ഇപ്പോൾ നിങ്ങൾ ക്രൂരരായിട്ടുള്ളൊരു മനുഷ്യരാണെന്നല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പലപ്പോഴും ചില ആളുകൾ നമ്മളോട് തെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ കുറെ ശ്രമിച്ചാലും അവർക്ക് മാപ്പ് കൊടുക്കാൻ പറ്റാറില്ല. കാരണം അവർ അത്രയും നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഒത്തിരി ശ്രമിച്ചാൽ പോലും മാപ്പ് കൊടുക്കാൻ പറ്റാറില്ല. അത് നിങ്ങൾ മാപ്പ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾ ആ വ്യക്തിക്ക് മാപ്പ് കൊടുക്കാതിരിക്കുമ്പോൾ ആ വ്യക്തിയിലൊന്നും സംഭവിക്കുന്നില്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളില് ആ ഒരു നെഗറ്റിവിറ്റി വളർന്ന് അത് നിങ്ങളെ കാർന്നു തിന്നുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നിങ്ങളുടെ ഉള്ളിലുള്ള ആ നെഗറ്റിവിറ്റി റിലീസ് ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ആ വ്യക്തിക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. നിങ്ങളുടെ മനസ്സിന്റെ അശുദ്ധി ആയിട്ടുള്ള ആ ഒരു കാര്യം ശുദ്ധമാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നുന്നുണ്ടാവും ഇപ്പോൾ അതത്ര എളുപ്പമുള്ള കാര്യമല്ല, അല്ലെങ്കിൽ കാരണം ആ ഒരു വ്യക്തി അതുപോലെയാണ് നമ്മളോട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു വ്യക്തി അത്രയും നെഗറ്റീവായിട്ടാണ് നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങളെ നെഗറ്റീവായിട്ട് നിങ്ങളെ പല രീതിയിലും നിങ്ങളുടെ ജീവിതത്തിൽ ശല്യമായിട്ട് നിന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് ആ വ്യക്തിയിൽ നിന്ന് എങ്ങനെ ആ വ്യക്തിക്ക് മാപ്പ് കൊടുക്കും എന്നുള്ളൊരു ചിന്ത ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായേക്കാം. അപ്പോൾ ഇവിടെ പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ഉടനെ പെട്ടെന്ന് ആ വ്യക്തിയോട് ക്ഷമിക്കണം എന്നുള്ളതല്ല, അത് കഴിയുന്ന കാര്യവുമല്ല. പക്ഷെ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ശ്രമം എപ്പോഴും ആ ഒരു ശ്രമം നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതിൽ ഒരു തടസ്സം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ നെഗറ്റിവിറ്റി ആയിരിക്കും. അപ്പോൾ ഈ തടസ്സത്തെ നിങ്ങൾക്ക് അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു സഹായം എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. നിങ്ങളുടെ ആ ഒരു പ്യൂരിറ്റി, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പോസിറ്റിവിറ്റി തിരിച്ചെടുക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഇത് നാളെ പുതിയൊരു തുടക്കമാണ്. നാളെ ന്യൂ മൂൺ ആണ്. അപ്പൊ നിങ്ങൾക്കുള്ള സ്ട്രോങ് എനർജി എന്ന് പറഞ്ഞാൽ നാളെ 6-ാം തീയതി ന്യൂ മൂൺ എനർജി ആണ് വരുന്നത്. ആ ഒരു സമയത്ത് നിങ്ങൾ വാട്ടർ മാനിഫെസ്റ്റേഷൻ ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പുതിയ തുടക്കമാണ്. പുതിയ തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒന്നെന്ന് പറയുന്നത്, നിങ്ങൾ ഇവിടെ നിങ്ങളുടെ നെഗറ്റിവിറ്റി റിലീസ് ചെയ്യുക ഫസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഉള്ളിൽ സ്വയം പല അഫർമേഷൻസും പല കാര്യങ്ങളും നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ റിസർവേഷൻസ്, നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന നെഗറ്റിവിറ്റീസ് മാറ്റി നിർത്തുക. അപ്പോൾ നിങ്ങൾക്ക് സ്വയം ആ ഒരു അഫർമേഷൻ പറയാം. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഗീവ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു ബ്രിങ് ബാക്ക് ദ പ്യൂരിറ്റി വിത്തിൻ മീ എന്നുള്ള രീതിയിൽ പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു എനർജി, ആ ഒരു കാര്യം നിങ്ങൾക്ക് പറയാവുന്നതാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഫീവർഫ്യൂ എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരേണ്ടുന്ന
മാറ്റം അല്ലെങ്കിൽ അനിവാര്യമായിട്ടുള്ളൊരു മാറ്റം എന്താണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്ത കാര്യങ്ങൾ, അൺവാണ്ടഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യുന്നത്. കാരണം നമ്മൾ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു എനർജി, ഫീവർ ഫ്യൂ എനർജി എന്ന് പറയും, ഫീവർ ഫ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഈ ഒരു ചെടി പലപ്പോഴും അതിന്റെ ആ ഒരു ബിറ്റർനെസ്, അതിന്റെ ആ ഒരു ചവർപ്പ്, അതിന്റെ ആ ഇത് പലപ്പോഴും പല മൃഗങ്ങളെയും, അതായത് പെസ്റ്റ്, അതിനെ അകറ്റി നിർത്തുന്ന ഒന്നാണ്. അതായത് നമ്മുടെ ഉള്ളിൽ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് തുറന്ന് നോ പറയാനുള്ള ഒരു കഴിവെന്ന് പറയുന്നത് ഒരു പോസിറ്റിവിറ്റിയാണ്, അതൊരു നെഗറ്റിവിറ്റി അല്ല. വേണ്ടാത്ത കാര്യങ്ങൾ വേണ്ട എന്ന് നമ്മൾക്ക് പറയാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണും. നോ പറയുന്നത് അല്ലെങ്കിൽ എപ്പോഴും പീപ്പിൾ പ്ലീസേഴ്സ്, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു സ്വഭാവം അല്ലെങ്കിൽ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉള്ളത് എങ്കിൽ അത് എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നു എന്നുള്ള രീതിയിൽ പേര് കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം പലപ്പോഴും ചില ആളുകൾ പറയുന്ന എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തി, ഇങ്ങനെ എല്ലാവരോടും എല്ലായ്പ്പോഴും നല്ല രീതിയിൽ തന്നെ പെരുമാറുക, അതായത് പക്വമായിട്ടുള്ള രീതിയിൽ തന്നെ നോ പറയാം. നോ പറഞ്ഞാൽ ആ ഒരു വ്യക്തി ചീത്തയായി എന്നുള്ളതല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ അത് പറ്റില്ലാട്ടോ എന്നുള്ള രീതിയിൽ മാന്യമായിട്ട് പറയാം. അത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നോ ഇല്ലയോ എന്നുള്ളത് ആ വ്യക്തിക്ക് അനുസരിച്ചിട്ട് ഇരിക്കും. പക്ഷെ ഇവിടെ സൂചിപ്പിക്കുന്നത് പലപ്പോഴും നമ്മൾ വ്യക്തമായിട്ട്, അതായത് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടം അത് ഒഴിവാക്കാനായിട്ട് കഴിയും. കാരണം ഡിഫെൻസീവ് ആവുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കുക, മറ്റാരും അതിനു വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് വരില്ല. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾക്കും പ്രവർത്തികൾക്കും സത്യസന്ധത നിങ്ങൾ പുലർത്തുന്നുണ്ടെങ്കിൽ, ആ ഒരു പ്യൂരിറ്റി നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ നിങ്ങൾ ആ ഒരു പ്രപഞ്ചശക്തി അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. എല്ലാ ആളുകൾക്കും എത്ര നമ്മൾ പറയും, അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം ഉണ്ടാവും, ശരിയാണെന്നും തെറ്റാണെന്നും പറയുന്ന ഒരു പക്ഷം. നമ്മൾ ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും ഇപ്പോൾ വളരെ പ്രശസ്തമായിട്ടുള്ള യൂട്യൂബ് ചാനലിലും പല ഇതിലൊക്കെ വരുന്ന പല ട്രോൾസും കാര്യങ്ങളും, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പലതിനും നോക്കിയാൽ ആ ഒരു വ്യക്തിയും അനുകൂലിക്കുന്ന ആളുകളുണ്ട്, പ്രതികൂലിക്കുന്ന ആളുകളുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എനർജി സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിഫെൻസീവ് ആവുക. യു ഡിഫെൻഡ് യുവർ സെൽഫ് വെൻ ദർ ഈസ് എ നീഡ് ടു ഡിഫെൻഡ്. നിങ്ങളെ ഡിഫെൻഡ് ചെയ്യേണ്ട സമയത്ത് നിങ്ങളെ ഡിഫെൻഡ് ചെയ്യുക, അല്ലാതെ ആ സമയത്ത് നിങ്ങൾ ചിരിച്ചുകൊണ്ട് നിന്നു കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളുടെ മേൽ കുതിര കയറിയിട്ട് പോവും. അതുകൊണ്ട് തന്നെ ബി ലൈക്ക് എ ഫീവർ ഫ്യൂ. നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടാത്ത കീടങ്ങളെ അകറ്റി നിർത്താനായിട്ട് ഈ ഒരു എനർജിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളൊരു മെസ്സേജാണ് ഇതിവിടെ തരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അസ്ഫോഡൽ എനർജിയാണ് ഈ ഒരു എനർജി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മളുടെ ഉള്ളിൽ എന്താണ്, നമ്മളെന്ന് പറയുന്ന വ്യക്തി നമ്മളെ തന്നെ പലപ്പോഴും മനസ്സിലാക്കാറില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതായത് നമ്മൾ പലപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. നമ്മളെന്ന് പറയും നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ വ്യക്തിത്വം, നമ്മുടെ ജീവിതത്തെയും നമ്മൾ വളരെ ലൈറ്റായിട്ടാണ് കാണുന്നത്. ടേക്ക് മീ ഫോർ ഗ്രാൻഡഡ് നമ്മൾ പറയും. നമ്മൾ പല ആളുകളും എന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജിക്ക് വരുന്ന മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഫിനാൻസ്, നിങ്ങളുടെ എല്ലാം വളരെ ലൈറ്റായിട്ട് എടുക്കും. അതേസമയം തന്നെ അത് പിന്നെ ആവാം, അല്ലെങ്കിൽ എനിക്കത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ എപ്പോഴും മറുപടി പറയുന്നത്. എല്ലാം ഡോണ്ട് ടേക്ക് എവറിത്തിങ്, അങ്ങനെ ഒരു ലൈറ്റായിട്ട് നിങ്ങൾ എടുക്കരുത് എന്നുള്ളൊരു മെസ്സേജാണ്. മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളുടെ ഡിസിഷൻസ് ആണെങ്കിൽ പോലും ഇവിടെ സൂചിപ്പിക്കുന്നത് ടേക്ക് യുവർ ഡിസിഷൻസ്. നിങ്ങളുടെ ഡിസിഷൻസ് നിങ്ങൾ തന്നെ എടുക്കുക, മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതിരിക്കാനും. നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നില്ല എങ്കിൽ അത് മറ്റുള്ളവർ ഏറ്റെടുക്കും. മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തിലെ ഡിസിഷൻസ് എടുത്ത് തുടങ്ങുമ്പോൾ അത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങും. പക്ഷെ അത് ശരിയല്ല എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് തുറന്ന് പറയാനും പറ്റില്ല. കാരണം അവർക്ക് ആ ഒരു പവർ കൊടുത്തിട്ടുള്ളത് നിങ്ങളാണ്. ആ ഒരു പവർ ഓഫ് അറ്റോർണി അവർക്ക് എഴുതി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന ആ ഒരു
ഡിസിഷൻ നിങ്ങൾ തന്നെ എടുക്കുക എന്നുള്ളൊരു മെസ്സേജാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് വിസ്റ്റീരിയ എനർജിയാണ്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ലൈഫിൽ നമ്മൾ എന്താണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല കാര്യങ്ങളും ഒറ്റയ്ക്ക് നിന്ന് നേടി പൊരുതാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. മറ്റുള്ളവരുടെ സഹായം നേടിയാൽ, അതായത് നിങ്ങൾ ഒരു വ്യക്തിയിൽ നിന്നൊരു സഹായം നേടുകയാണെങ്കിൽ നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നത്, അതായത് സഹായം അഭ്യർത്ഥിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങൾ ഒരു സഹായം ചോദിച്ചാൽ ഒരു വ്യക്തിയിൽ നിന്ന് ആ വ്യക്തി നിങ്ങൾക്ക് സഹായം ചെയ്യുകയാണ് എങ്കിൽ അത് കുറഞ്ഞു പോയി എന്നുള്ളൊരു തോന്നല് നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒത്തിരി ഇഷ്ടമായിരിക്കും. പക്ഷെ സ്വയം സഹായം ചോദിക്കാൻ നിങ്ങൾ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം, ഞാൻ ഇൻഡിപെൻഡന്റ് ആണെന്നുള്ളൊരു ചിന്ത ചിലപ്പോൾ ഉണ്ടാവും. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചില ആളുകളുണ്ട്, മറ്റുള്ളവർക്ക് സഹായം ചെയ്താണ് അവർക്ക് ശീലം. പക്ഷെ മറ്റുള്ളവരിൽ നിന്ന് സഹായം വാങ്ങിച്ചാൽ അതെന്തോ അവരുടെ എന്തോ കുറവാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയല്ല, എല്ലാവരും ഒരു സോഷ്യൽ അനിമലാണ്. നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് എല്ലാവരും സോഷ്യൽ അനിമലാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിലൊരു ഇൻഡിപെൻഡന്റ് എന്ന് പറയും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മളൊരു സമൂഹ ജീവിയാണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് സഹായം ചോദിക്കുന്ന ഒരു തെറ്റല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് സ്ട്രോബെറി എനർജിയാണ്. ഇവിടെ നമ്മളൊന്ന് റിലാക്സ് ചെയ്യേണ്ട സമയത്ത് കുറച്ച് റിലാക്സ് ചെയ്യാം, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ട സമയത്ത് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക. കാരണം ഇവിടെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം ജോലി, അത് കഴിഞ്ഞ് വീട്ടിലത്തെ കാര്യങ്ങൾ, അത് കഴിഞ്ഞ് അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു സെൽഫ് ലവ് അല്ലെങ്കിൽ ഒരു സ്വന്തം കാര്യത്തിന് ഒരു സ്പേസ് കിട്ടുന്നില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മൈൻഡിനെ വളരെയധികം ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നിങ്ങളിത് അറിഞ്ഞാൽ കൂടിയും നിങ്ങൾ ടൈം എടുക്കുന്നില്ല. കാരണം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് പ്രഷർ കൂടുതലായിരിക്കും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഫീലിംഗ് ആണ്, നിങ്ങൾ ടയേർഡാണ് ഇന്ന്. അപ്പോൾ ടയേർഡ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സാമ്പത്തികം അനുവദിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇപ്പോൾ നിങ്ങൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കുക, ഇപ്പോൾ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക, വീട്ടിലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ 2 ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ ഓഫീസ് സിറ്റുവേഷൻ ആണെങ്കിൽ 2 ദിവസത്തെ ലീവ് എടുത്തിട്ടോ, അല്ലെങ്കിൽ 2 ദിവസം ഫ്രീ ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഇപ്പോൾ സ്ത്രീകളാണ് എങ്കിൽ, കുക്കിംഗ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിലും ആരായാലും നിങ്ങളുടെ ഏതെങ്കിലും പ്രത്യേക വർക്ക് മാറ്റി വെച്ചിട്ട് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി സമയം എടുക്കുക. ഈവൻ ഓഫീസ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും 1-2 ദിവസം അവധിയെടുത്ത് നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക, റിലാക്സ് ചെയ്യാം, ട്രാവൽ ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. അതായത് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതാണെങ്കിൽ അത്രയും നല്ലത്. കാരണം വീട്ടിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ ഒരു സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞാലും ചില ആളുകളുടെ ഒരു സ്വഭാവമാണ് വീട്ടിൽ നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ വേണ്ട, ഇവിടെയൊക്കെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ളത്, എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഏതെങ്കിലും പണിയിലേക്ക് ഏർപ്പെടും. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുക. ഏതെങ്കിലും ഒരു ഹോട്ടലോ അതുപോലുള്ള സിറ്റുവേഷനിൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നന്ന്. കാരണം ചില ആളുകൾ ഇനി എന്തെങ്കിലും റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോയാലും അവിടെയും എന്തെങ്കിലും പണിയെടുത്തിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ടോട്ടലി ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് പറയാനുള്ളത്. ഇവിടെ മറ്റൊരു കാര്യം, തിസ്റ്റിൽ എനർജിയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു തിസ്റ്റിൽ എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രസ് നിങ്ങളുടെ ലൈഫിലൊന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടാകും. നിങ്ങൾ ആ ഒരു പ്രോബ്ലത്തിനെ ഇതുവരെ അഭിമുഖീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ആ പ്രോബ്ലം നിങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോബ്ലം അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറിക്കോളും എന്നാണ് നിങ്ങളുടെ വിചാരം. പക്ഷെ നിങ്ങൾ മുന്നോട്ടേക്ക് പ്രോഗ്രസ് ഇല്ലാത്തതിന് കാരണം ആ പ്രോബ്ലമാണ്. അത് നിങ്ങൾ സോൾവ് ചെയ്യാതെ ഒന്നും നടക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത് സോൾവ് ചെയ്തിട്ട് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക. സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ എന്നുള്ളൊരു മെസ്സേജാണ്. അഗെയിൻ ഹെൻബെയിൻ എനർജിയാണ്, ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ക്രൗൺ ചക്ര
ആ ഒരു അതായത് നിങ്ങളുടെ ചക്രാസ് പൂർണ്ണമായിട്ടും ബാലൻസ്ഡ് ആയി നിങ്ങളുടെ ക്രൗൺ ചക്ര ലെവലിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത്. അതായത് നിങ്ങൾ ഈ ഒരു വേൾഡ്, അതായത് ഫിസിക്കൽ റിലമിനും സ്പിരിച്വൽ റിലമിനും ഇടയിലായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. അതായത് നിങ്ങൾ സ്പിരിച്വലി വളരെയധികം കണക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് അടുത്തിടയ്ക്കായിട്ട് വളരെയധികം അസ്വാസ്ഥ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി നിങ്ങളൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ആ ഒരു സിറ്റുവേഷൻ ആവാം. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നത് ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്, പക്ഷെ നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആവാം എന്നുള്ളതാണ്. കാരണം നിങ്ങൾ പല ബ്ലോക്കേജസിനും അതിജീവിക്കുന്ന ചക്ര ബാലൻസിങ്ങിലൂടെ ആവണം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. നമുക്ക് പൈൽ നമ്പർ 3ലേക്ക് പോകാം. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന മെസ്സേജസ് എന്താണ് എന്നുള്ളതാണ്. സോ പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ പൈൽ നമ്പർ 3. ഉണ്ണിക്കണ്ണൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഉണ്ണിക്കണ്ണൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. എൽഡർ എനർജി, chamomile, buttercup, lily of the valley, ഹെൻബെയിൻ, അതുപോലെ തന്നെ ഹൗത്രോൺ, ബ്രാമ്പിൾ. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൈൽ നമ്പർ 3 നിങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ എനർജി വളരെയധികം സംരക്ഷിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. എനർജി സംരക്ഷിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? അതായത് നിങ്ങളുടെ എനർജി സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ സൂചിപ്പിക്കുന്നത്, പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, നമ്മൾ ഒത്തിരി ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. ചില ആളുകളെ കണ്ട് സംസാരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ വളരെ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചില സ്ഥലത്ത് പോകുമ്പോൾ, ചില സാഹചര്യത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വളരെ സ്ട്രെസ്സാണ്. ചില ആളുകൾക്ക് അത് ജോലി സ്ഥലമായിരിക്കും, ചില ആളുകൾക്ക് അത് മറ്റേതെങ്കിലും ഇടം, നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, ചിലപ്പോൾ അവർ റിലേറ്റീവ്സ് ആയിരിക്കാം, ആരെങ്കിലും ആയിരിക്കാം. കാരണം ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ ഒരു വ്യക്തി ഒരു എനർജി വാമ്പയർ എന്ന് നമ്മൾ പറയും, നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എനർജി വാമ്പയേഴ്സ്. കാരണം അവരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വാമ്പയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. മനുഷ്യ രക്തം ഊറ്റി കുടിക്കുന്ന പോലെ തന്നെ എനർജി വാമ്പയേഴ്സ് നമ്മളുടെ എനർജി ഫീഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. നമ്മളുടെ എനർജിയാണ് അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള ആളുകൾ മറ്റുള്ളവരുടെ പോസിറ്റീവ് എനർജി വലിച്ചെടുത്തിട്ട് നമ്മളിലുള്ള നെഗറ്റിവിറ്റി മാത്രമായിരിക്കും നമ്മൾ പിന്നെ ബാക്കി ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ആളുകളായിട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ നല്ല ഹാപ്പി ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്. അവരുടെ ഇതൊക്കെ സംസാരത്തൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അവർ ചിലപ്പോൾ സംസാരിക്കുന്ന നല്ല കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. അവരോട് സംസാരിച്ച് പിരിഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പോണ വഴിക്കൊക്കെ നിങ്ങൾക്ക് അസ്വസ്ഥതയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് എങ്കിൽ, അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വരുന്നു എന്ന് തോന്നിയാൽ അത് പല കാരണങ്ങൾ കൊണ്ടാവും. അതുകൊണ്ട് ഒറ്റത്തവണ കൊണ്ട് അത് കൺഫേം ചെയ്യാൻ പറ്റില്ല. ഈ വ്യക്തിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് പോകുന്ന സിറ്റുവേഷനൊക്കെ എല്ലാ പ്രാവശ്യവും നിങ്ങളൊന്ന് അവലോകനം ചെയ്യാം. അങ്ങനെ ചെയ്തു നോക്കുമ്പോൾ ഈ ഒരു വ്യക്തി അങ്ങനത്തെ ഒരു എനർജി ആണ് എങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഈ വ്യക്തിയെ നേരിട്ട് മുൻകൂട്ടി തീരുമാനിച്ച് കാണാൻ പോവുകയാണ് എങ്കിൽ ഈ പറയുന്ന പോലെ ആ വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ആയിട്ട് കയ്യിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ഒരു കറുത്ത ചരട് കയ്യിൽ കെട്ടിയാലും മതി, വേറെ ഒന്നുമില്ല എങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്ന ഉഴിഞ്ഞിടുക എന്ന് പറയും, കടുകും മുളകും ഉപ്പും ചേർത്തിട്ട് അത് ചെയ്യാവുന്നതാണ്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ ഉടനെ
അതൊരു നമ്മൾ പലപ്പോഴും പല നെഗറ്റീവ് എനർജീസിന് ചെയ്യുന്നതാണ്. ഇത് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടതിന് ശേഷം വന്ന് കഴിയുമ്പോൾ തന്നെ ഉപ്പിട്ടിട്ട് ഒന്ന് കുളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. കടൽ ഉപ്പ് ഉപയോഗിക്കാം. ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പല കാര്യങ്ങളും ഉണ്ട്, നമ്മൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് ചുറ്റും ചില എനർജി വാമ്പയേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള ആളുകൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. പക്ഷെ ആ പറയുന്ന വ്യക്തികൾ വളരെ എളുപ്പമുള്ള വ്യക്തികളാണ് എങ്കിൽ എപ്പോഴും നിങ്ങളുടെ കൈകളിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ള ഒരു കാര്യങ്ങൾ വയ്ക്കുക. ഇങ്ങനെയുള്ള, അതായത് നിങ്ങളെ ഈ വ്യക്തികളുടെ നെഗറ്റിവിറ്റി നിങ്ങളിലേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പോസിറ്റിവിറ്റി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഒത്തിരി പോസിറ്റീവ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നത് നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ ഒരു ഫ്രഷൻ അപ്പ് ആവാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക. ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചായ ആയിരിക്കും വെക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് കാപ്പി ആയിരിക്കും ഇഷ്ടം. അപ്പോൾ മടി കൊണ്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ കാപ്പി വെക്കുന്നുണ്ടാവില്ല, മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് കാപ്പിയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് കാപ്പി വെക്കുക. പിന്നെ സിറ്റുവേഷൻ ഓരോരുത്തരുടെയും അറിയാവുന്ന സിറ്റുവേഷൻസ് ചില ആളുകളുടെ പറയാറുണ്ട്, നമ്മൾ കൺസൾട്ടേഷന്റെ സമയത്താണെങ്കിലും അല്ലാതെയും ഒക്കെ വീട്ടിൽ ചിലപ്പോൾ സമ്മതിക്കില്ല, ഗ്യാസ് കൂടുതലായിരിക്കും. അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ഭക്ഷണ കാര്യങ്ങളിലാണെങ്കിലും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കാൻ നിങ്ങളുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കറി വയ്ക്കുകയാണെങ്കിൽ മറ്റുള്ളൊരു ദിവസം അങ്ങനെ ചെയ്യാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളാണ് കൂടുതൽ ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞത്. എന്നാലും പുരുഷന്മാരെ സിറ്റുവേഷൻ ആണെങ്കിലും ചില ആളുകൾ അവരുടെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നുണ്ടാവില്ല, ഇഷ്ടമുള്ള പല കാര്യങ്ങളും പലരും ത്യജിക്കുന്നുണ്ടാവും. സാക്രിഫൈസ് ആണ് പലരുടെയും ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ കുടുംബത്തിന് വേണ്ടി എന്നുള്ള ഒരു കാര്യം ഓൾഡ് ജനറേഷനിൽ പറഞ്ഞിരുന്ന ആ കാര്യമാണ് പലരും ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ആ ഒരു രീതിയുടെ ആവശ്യമില്ല. ഒരു ത്യാഗം ചെയ്തതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് നിങ്ങളുടെ നന്മ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ത്യാഗം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഫീൽ ഗുഡ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു ഫീൽ ഗുഡ് അല്ല, അതൊരു പോസിറ്റിവിറ്റി അല്ല, അതൊരു ടോക്സിക് പോസിറ്റിവിറ്റി ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ സ്വയം ചിന്തിക്കുക. നിങ്ങൾക്ക് കുടുംബത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യരുതെന്നുള്ളതല്ല, അതോടൊപ്പം നിങ്ങളെ കൂടി ശ്രദ്ധിക്കുക. കാരണം ഒരു ലെവൽ എത്തിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി വരാൻ തുടങ്ങും. കാരണം ഞാൻ ഇവർക്ക് ഇത്രയും ചെയ്തിട്ട് അവരിങ്ങോട്ട് ഇത്രയും ചെയ്തില്ല എന്നുള്ളത്. കാരണം പലപ്പോഴും പലരും ചെയ്യുന്നത് തിരിച്ചു അതേപോലെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ നെഗറ്റിവിറ്റി വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും ചെയ്താൽ ഇങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷനോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോഴുള്ള നെഗറ്റിവിറ്റി ഫീൽ ഇല്ല. കാരണം നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെയും കാര്യം നോക്കി എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ രാവിലെ ഒരു കോഫി കുടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചായയോ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം കെമമൈൽ ടീ ഇവിടെ പ്രത്യേകിച്ച് പറയാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കെമമൈൽ ടീ കുടിക്കുന്നത് വളരെ നല്ലതാണ്. റിഫ്രഷിങ് റിലാക്സിങ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരാൻ കെമമൈൽ ടീ വാങ്ങിക്കാൻ കിട്ടും. അത് നിങ്ങൾ വാങ്ങിച്ചു കുടിക്കാവുന്നതാണ്. അതേപോലെ ബട്ടർകപ്പ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു എനർജി, ബട്ടർകപ്പ് എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി റെഡി ടു പ്രൊട്ടക്ട് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ ഫൈറ്റ് ചെയ്യാനുള്ളതാണ്. കാരണം പലപ്പോഴും നമ്മൾ ഇവിടെ നിങ്ങളുടെ എനർജി ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക. ചില കാര്യങ്ങൾ ഇറ്റ്സ് വർത്ത് ഫൈറ്റിംഗ്. നമ്മളെല്ലാം വിട്ടുകൊടുക്കുക. നമ്മൾ പലപ്പോഴും ചില ആളുകൾ പറഞ്ഞു വിട്ടുകൊടുക്കുന്നത് നല്ലതാണ് എന്നുള്ളത്. പക്ഷെ നമ്മൾ എല്ലാം ഒന്നും വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങൾ ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കുക തന്നെ ചെയ്യും. അത് ആരോടായാലും നിങ്ങൾ ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ടാണ് ഇവിടെ തരുന്നത്. അപ്പോൾ ആ ഒരു മെസ്സേജാണ് ഇവിടെ പറയാനുള്ളത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക, ബി യുവർ സെൽഫ്. നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതേപോലെ നിങ്ങളുടെ ലൈഫിനെ ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പലരും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മിണ്ടാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഇവിടെ പറയാനുള്ളത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശബ്ദമുയർത്തൂ എന്നുള്ളൊരു മെസ്സേജാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂവ് ഫോർവേഡ്, നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. നിങ്ങൾ ആ ഒരു ഒഴുക്കിനൊത്ത് നീന്തിയാൽ മതിയാകും. സിറ്റുവേഷൻസ് ചില കാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കിയൊക്കെ, പ്രത്യേകിച്ച് കരിയർ വൈസ് സിറ്റുവേഷൻ, നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. അതിനനുസരിച്ചിട്ട് സിറ്റുവേഷൻസ് ചേഞ്ച് ആവുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റുന്നു എന്നുള്ളൊരു എനർജി കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ
നെക്സ്റ്റ് വന്നിട്ട് ലിലി ഓഫ് ദ വാലി എനർജിയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു എന്താണ് ഈ ഒരു പുഷ്പം, ഈ ലിലി ഓഫ് ദ വാലി എനർജീനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങളുടെ എന്താണ് പറയാ അപ്പിയറൻസ്, പലരുടെയും ബാഹ്യമായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വ്യക്തി, ആ വ്യക്തിയുടെ അപ്പിയറൻസ്, ബാഹ്യമായിട്ട് ആ വ്യക്തി എങ്ങനെ ഇരിക്കുന്നു, സംസാരിക്കുന്നു, അതിൽ പെട്ടുപോവാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അപ്പിയറൻസ് മേ ഡിസീവ് യു. അതായത് ചില സമയം ചില ആളുകൾ പറയും കണ്ടാൽ തന്നെ അറിയാം പാവമാണ്, അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ പറയും. ചില ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് അല്ലെങ്കിൽ ഭംഗിയാണ്, അല്ലെങ്കിൽ എന്ത് രസമാണ് കാണാൻ, പക്ഷെ വായി തുറക്കരുത് എന്ന് പറയാറുണ്ടല്ലോ. അതേപോലെയാണ് ഈ പറയുന്ന വ്യക്തി ഒരുപക്ഷെ വളരെ അപ്പീലിംഗ് ആയിരിക്കും കാണാൻ, പക്ഷേ മേ ബി ആ ഒരു വ്യക്തിക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റെപ്യൂട്ടേഷൻ ആയിരിക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ പുറത്തു നിന്ന് നോക്കിയിട്ട് മുന്നോട്ടേക്ക് തീരുമാനിക്കാതെ ലുക്ക് ബിനീത്ത് ദ സർഫസ്. നിങ്ങൾ അതായത് തീരുമാനമെടുക്കുമ്പോൾ വളരെയധികം ആലോചിച്ച് തീരുമാനമെടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ചുരുക്കം പറഞ്ഞാൽ. കാരണം നമ്മൾ പലപ്പോഴും ബാഹ്യമായിട്ട് കണ്ടിട്ട് തീരുമാനം എടുക്കുന്നതാണ് പല കാര്യങ്ങളും. ബാഹ്യമായിട്ടുള്ള അതിന്റെ ഉള്ളറകൾ തേടി അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ട് തീരുമാനിക്കാം. ഇവിടെ മറ്റൊരു കാര്യം വാർണിംഗ് വരുന്നതെന്ന് വെച്ചാൽ, അടുത്തിടയ്ക്ക് നിങ്ങൾക്ക് വല്ല വിവാഹാലോചന വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യക്ഷത്തിലെല്ലാം വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കൂടുതലായിട്ട് ചെകഞ്ഞ് ആലോചിച്ച് നോക്കുക. കാരണം ഇവിടെ പറയാനുള്ളത് ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി വന്നിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു ഡൗട്ട്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് പ്രത്യേകം അത് ആലോചിച്ചിട്ട് എങ്ങനെ അത് മനസ്സിലാക്കാം എന്നുള്ളത് ആലോചിച്ചിട്ട് മുന്നോട്ടേക്ക് ധൃതി പിടിച്ച് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു മെസ്സേജാണ്. അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എനർജി, ഹെൻബെയിൻ എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് തന്നെ മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളോട് തന്നെ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളെ ആലോചിച്ച് നിങ്ങൾക്ക് സ്വയം അപകർഷതാബോധം ഫീൽ ചെയ്യുന്നുണ്ടാവും, എംബാരസ്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചെയ്ത് വലിയ പാപമാണ് എന്നുള്ളൊരു ചിന്തയുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ് ഒക്കെ ഭയങ്കരമായിട്ട് നിങ്ങളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗിൽറ്റ് ഫീലിംഗ് മാറ്റാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഗിൽറ്റ് ഫീലിംഗ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിങ്ങളെ ഒരു നെഗറ്റിവിറ്റിയിൽ കൊണ്ടെത്തിക്കുന്നുണ്ട്. ആ നെഗറ്റിവിറ്റിയിൽ നിങ്ങൾ പുറത്തു വരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ ഒരു ഗിൽറ്റി ഫീലിംഗ് മാറണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ മാപ്പ് കൊടുക്കും. പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യം, നമ്മൾ സ്വയം ഇരുന്ന് ഉരുകും ചെയ്തൊരു തെറ്റ്. നമുക്ക് പുറത്തുള്ള ആളുകൾക്ക് നമുക്ക് പലപ്പോഴും, ചില ആളുകൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റിയാൽ പോലും സ്വയം ക്ഷമിക്കാൻ പറ്റുന്നുണ്ടാകും. ചില ആളുകൾ സെൽഫ് പിറ്റിയാണ്, സെൽഫ് ഡിസ്ട്രക്ഷൻ, സെൽഫ് സബോറ്റേജ് ആണ്, സ്വയം നശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരാളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയോട് മാപ്പ് ചോദിക്കുക. നിങ്ങൾ സ്വയം നിങ്ങൾക്ക് മാപ്പ് നൽകുക, അല്ലാതെ നിങ്ങളിരുന്ന് ഉരുകിയത് കൊണ്ട് മാറ്റങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഫോർഗീവ് യുവർ സെൽഫ്, എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുള്ളൂ എന്നുള്ളൊരു മെസ്സേജാണ് ഇതിവിടെ കാണിക്കുന്നത്. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് ഹോത്തോൺ എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് എന്താണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഡിപ്രസീവ് മെന്റാലിറ്റിയാണ് നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങൾ ഡിപ്രഷൻ ആ ഒരു ഫേസിലൂടെ കടന്നു പോകുന്നുണ്ടാവും. ഒരു പക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആ ഒരു സ്റ്റേജ് ആയിരിക്കും ഇപ്പോൾ. പക്ഷെ എന്നും അങ്ങനെ ഒരു സ്റ്റേജ് ആയിരിക്കണമെന്നില്ല. നിങ്ങളിപ്പോ ഒരു ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു നെഗറ്റീവ് ഫീലിംഗ് ആയിരിക്കും, സ്വയം ഒരു വിശ്വാസം ഉണ്ടാവില്ല. ചില ആളുകളെ സംബന്ധിച്ച് ഇതിനൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളായിരിക്കും. നിങ്ങൾ എന്തൊക്കെ ശ്രമിച്ചാലും എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്കൊരു അപ്രിസിയേഷൻ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ഫാമിലി ചിലപ്പോൾ അങ്ങനത്തെയാണ്, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും. ആരാണോ അങ്ങനെയുള്ള വ്യക്തികൾ, ആ വ്യക്തികളുമായിട്ട് നിങ്ങളുടെ പ്ലാൻസോ നിങ്ങളുടെ പോസിറ്റിവിറ്റിയോ ഒന്നും ഡിസ്കസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു എംപ്ലോയി ഓഫ് ദ മന്ത് അല്ലെങ്കിൽ എംപ്ലോയി ഓഫ് ദി ഇയർ കിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ്, നിങ്ങൾ വന്ന് സംസാരിക്കാൻ ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കും, നിങ്ങളുടെ ബന്ധുവായിരിക്കും, നിങ്ങൾ ആരെങ്കിലും ആയിരിക്കാം, നിങ്ങളുടെ കൊളീഗ് ആയിരിക്കും. പക്ഷെ ഈ പറയുന്ന വ്യക്തി നിങ്ങൾ ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യില്ല. എന്നാലും നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ എന്താ പറയാ, നിങ്ങളൊരു ആ ഒരു
വളരെ ശുദ്ധഹൃദയമുള്ള ഒരു വ്യക്തിയാണെന്ന് സോഫ്റ്റ് ആയിട്ട് പറയാം. അല്ലെങ്കിൽ ഇത്തിരി ഹാർഷായിട്ട് പറഞ്ഞാൽ നിങ്ങളൊരു മണ്ടനോ മണ്ടിയാണെന്ന് പറയും. കാരണം എന്തായാലും അവർ അപ്രീഷിയേറ്റ് ഇല്ല, പിന്നെ അവരോട് നല്ല കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആരാണോ അവരുടെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. സ്മോൾ മൈൻഡഡ് ആയിട്ടുള്ള ആളുകളായിട്ട് ചർച്ച ചെയ്യാതിരിക്കും. ഇനി ആ വ്യക്തി ആരാണെങ്കിൽ പോലും നിങ്ങൾക്ക് പോസിറ്റിവിറ്റി തരുന്ന വ്യക്തികളായിട്ട് കണക്ട് ആവുക എന്നുള്ള എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് പറയുകയാണെങ്കിൽ ബ്രാമ്പിൾ എനർജിയാണ്. സോ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തോ വലിയൊരു അച്ചീവ്മെന്റ് വരാനായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ചുറ്റിനും നല്ലൊരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വൾണറബിൾ ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ പോസിറ്റീവ് ആവുക, മറ്റുള്ളവരുടെ നെഗറ്റീവ് വിചാരങ്ങൾക്ക് അടിമപ്പെട്ട് നിങ്ങൾ ഒന്നുമല്ല എന്ന് ചിന്തിക്കാതിരിക്കുക. യു ആർ വർത്ത് ഇറ്റ്. അത് സ്വയം പറയാം, ഐ എം വർത്ത് ഇറ്റ് എന്നുള്ള അഫർമേഷൻ നിങ്ങൾ പറയാം, അത് മനസ്സിലാക്കുക. പിന്നെ ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള ആളുകളായിട്ട് വലിയ വലിയ കാര്യങ്ങൾ, നിങ്ങളുടെ പ്ലാൻസോ നിങ്ങളുടെ അച്ചീവ്മെന്റ്സോ ഡിസ്കസ് ചെയ്യാതിരിക്കുക. ഇത്രയും ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു.